രാധമ്മേ, രാധമ്മേ, എടീ. ആ ശ്രീ, അച്ഛൻ വന്നേ. എന്താ, എന്തു പറ്റി? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അല്ല, ഇതാരാ? കാശ് വല്ലതും ഇരിപ്പുണ്ടോ എന്റെ കയ്യില്? എത്രയാ? 1000 മതി. ഉണ്ടോടി 1000? ഞാനൊന്ന് നോക്കട്ടെ. സുശീല, ഈ കാര്യമൊന്നും ചാടിക്കേറി പറയാൻ നിൽക്കണ്ട. സാവധാനം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. മനസ്സിലായോ? അച്ഛൻ വന്നോ? അപ്പൂപ്പന്റെ സമ്മാനം. സുശീലൻ എന്താ അച്ഛന്റെ അവിടെ? എന്താ അവിടെ തന്നെ നിന്നളഞ്ഞ് ഇരിക്കുക? ഇരിക്കാനുള്ള സമയമൊന്നുമില്ല. പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. രാധമ്മേ, നിനക്ക് മനസ്സിലായോ? ജയന്റെ കൂട്ടുകാരൻ സുശീലനാ. ജയന്റെ കൂട്ടുകാരനോ? അപ്പൊ നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലേ? ജയനൊന്നും വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ല. ഞാനാ പറഞ്ഞത് ആരെയും വിളിച്ചൊന്നും പറയണ്ടെന്ന്. എന്താ എന്താ പറ്റിയത്? ഡോക്ടറിന്റെ സവാരിക്കാണല്ലോ വേണുചേട്ടൻ ഇവിടുന്ന് പോയത്. അവിടെ വെച്ച് വേണുചേട്ടന് ഒരു ആക്സിഡന്റ് പറ്റി. അല്ല, പേടിക്കാനൊന്നുമില്ല. ചായ വാങ്ങാനായി റോഡ് ക്രോസ് ചെയ്തപ്പോ ഒരു ഓട്ടോ വന്നിടിച്ചതാ. ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. രാജുവിനെ വിളിച്ചു പറഞ്ഞ് വിഷമിപ്പിക്കേണ്ടത് ഞാനാ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? ഡോക്ടർ എന്ന സവാരിക്കൂലി മുഴുവൻ അവൻ കൊണ്ടുപോയി. ഇവന്റെ കൂടെ എന്നെ ബസ് കയറ്റി വിട്ടു. ജയന് പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ റോൾ ചെയ്യാൻ വാങ്ങിച്ചാ പെട്ടെന്ന് തിരിച്ചു തരും. അല്ല, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ മനുഷ്യ? സത്യം പറയ്. ഞാൻ രാജുവിനെ വിളിക്കട്ടെ? നമുക്ക് ഏതെങ്കിലും നല്ല ആശുപത്രി പോവാം. എനിക്ക് കുഴപ്പമൊന്നുമില്ലടി. കാലിന് ചെറിയൊരു വേദനയുണ്ട്, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. പ്രിയ, ശരിയാ. ശരി സുശീല. ഞാൻ തനിയെ വന്നോളാന്ന് ജയനോട് പറഞ്ഞതാ. എവിടെ കേൾക്കാൻ? ഈ കുരിശിനെ തലയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വിട്ടു. ഇപ്പൊ 1000 പോയില്ലേ? അതുകൂടി കൂട്ടി 1800 നഷ്ടം. എന്റെ പോക്കറ്റും കാലിയായി.